പാഠം 2. സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ. എഴുതിയത് ഉണ്ണായി വാര്യർ. ചോദ്യം 1. നിരവലംബം മമ കുടുംബവുമിനി. തനിക്കൊരു ആപത്ത് വന്നപ്പോഴും കുടുംബത്തെക്കുറിച്ചാണ് ഹംസം ചിന്തിക്കുന്നത്. മറ്റെന്തെല്ലാം സവിശേഷതകളാണ് ഹംസത്തിനുള്ളത്? ചർച്ച ചെയ്യുക. ഉണ്ണായി വാര്യരുടെ പ്രഖ്യാതമായ കൃതി നളചരിതം 1-ാം ദിവസത്തെ പ്രധാന ഭാഗമാണ് പാഠഭാഗത്തുള്ളത്. നളനും ഹംസവുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. നളൻ ഹംസത്തെ പിടികൂടുന്നതും ഹംസം തൻ്റെ ദുഃഖം നളനോട് തുറന്നു പറയുന്നതും അതിനുശേഷം നളൻ ഹംസത്തെ വിട്ടയക്കുന്നതുമാണ് ഈ ഭാഗത്തിൻ്റെ കേന്ദ്ര വിഷയം. നളന്റെ പിടിയിലായ ശേഷം ഹംസം ദുഃഖത്തോടെ വിലപിക്കാൻ തുടങ്ങി. രാജാവായ നളൻ തന്നെ കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്നൊരു ഭയത്തിലാണ് ഹംസം. താൻ പിടിക്കപ്പെടുന്നതോടെ നിസ്സഹായവും നിരാശ്രയവുമായ തൻ്റെ കുടുംബം അനാഥമാകും എന്നോർത്ത് ഹംസം ആകുലപ്പെടുന്നു. അച്ഛൻ മരിച്ചുപോയി, മകനായി താൻ മാത്രമേയുള്ളൂ. തനിക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ അതോടെ തൻ്റെ കുലവും നശിച്ചു പോകും. മാത്രമല്ല, പ്രസവിച്ചിട്ട് അധികനാൾ കഴിയാത്ത തൻ്റെ ഭാര്യ ആ വേർപാടിൽ മനമുരുകി മരിച്ചു പോകും. അമ്മയുടെ മരണത്തോടെ ചെറു ശിശുവിൻ്റെയും ജീവന് അപകടമുണ്ടാകുമെന്നും ഹംസം ഭയപ്പെടുന്നു. കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഹംസത്തിൻ്റെ സ്വഭാവമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഹംസത്തിൻ്റെ വാക് സാമർഥ്യം ഏറെ ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമാണ്. ഈ സംസാരചാരുതയാണ് പ്രതിസന്ധികളിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത്. നളനും ദമയന്തിയും പ്രണയബന്ധത്തിലാകുന്നതിലേക്കും ഹംസത്തിൻ്റെ ഈ കഴിവ് വലിയ പങ്കുവഹിക്കുന്നു. രാജാവിനോട് പോലും സത്യം തുറന്നു പറയാനുള്ള ധീരത ഹംസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു തെറ്റ് പോലും ചെയ്യാത്ത തന്നെ കൊന്നാൽ രാജാവിന് ദുരിതം സംഭവിക്കുമെന്നും തെറ്റ് ചെയ്യാത്തവർ ശിക്ഷിക്കപ്പെടുന്നത് വഴി രാജഭരണത്തിന് കളങ്കമായി തീരുമെന്ന് തുറന്നു പറയാനുള്ള ധൈര്യം ഹംസം കാണിക്കുന്നുണ്ട്. മാത്രമല്ല, പണത്തോടുള്ള അതിരില്ലാത്ത ആർത്തി നല്ലതല്ലെന്ന് സൂചിപ്പിക്കുന്നതിലൂടെ ഹംസം ഉന്നതമായ നൈതിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് വ്യക്തമാണ്. സഹജീവികളോടുള്ള കരുണയും മാനവികതയും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് എന്നത് ഹംസത്തിൻ്റെ വ്യക്തിത്വം ശക്തമായി പ്രതിപാദിക്കുന്നു. ഹംസം ഒരു മനോഹര രൂപനും ആകർഷണീയമായ സ്വഭാവമുള്ളവനുമാണ്. തൻ്റെ സ്വർണവർണ്ണമാർന്ന ചിറക് രാജാവിൽ കൊതിയുണ്ടാക്കിയത് അറിഞ്ഞ് ഈ ചിറകുകൊണ്ട് നീ ധനികനായിക്കൊള്ളുക എന്ന് ഹംസം രാജാവിനെ പരിഹസിക്കുന്നുണ്ട്. തൻ്റെ ഗുണങ്ങൾ തനിക്ക് തന്നെ കഷ്ടകാലമായി ഭവിച്ചു എന്നോർത്ത് ദുഃഖിക്കുന്ന ഹംസത്തിൽ അധിക മോഹങ്ങളിൽ ഭ്രമിക്കാത്ത ഒരു മനസ്സു കാണാം. മുന്നിൽ പ്രതീക്ഷിച്ചിട്ടുള്ള അപകടങ്ങളെ ഭയക്കാതെ പറക്കാനുള്ള ആഗ്രഹത്താൽ അദ്ദേഹം മുന്നോട്ടു പോകുന്നു. അസ്വാതന്ത്ര്യം മനുഷ്യന്റെ ഉള്ളിലെ സംഘർഷങ്ങൾക്കും ആകുലതകൾക്കും പ്രതീകമാണെന്നും അതിൽ നിന്ന് മോചനം മനുഷ്യനെന്നും ആഗ്രഹിക്കുന്നതാണെന്നും ഹംസത്തിന്റെ നയത്തിൽ വ്യക്തമാണ്. സ്വാതന്ത്ര്യത്തോടുള്ള ആത്മസ്നേഹമാണ് ഹംസത്തെ ഒരിക്കലും കീഴടങ്ങാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ ഹംസം വിമുക്തിയുടെയും ആഗ്രഹങ്ങളുടെയും പ്രതീകമായി മാറുന്നു. മനുഷ്യന്റെ ആഗ്രഹങ്ങളും ശക്തമായ വികാരങ്ങളും ഹംസം എന്ന കഥാപാത്രത്തിലൂടെ അതീവ സുന്ദരമായി അവതരിപ്പിക്കുകയാണ് ഉണ്ണായി വാര്യർ. ഏറെ വിശിഷ്ട പക്ഷിയായിട്ടും ജീവനു വേണ്ടി കേണപേക്ഷിക്കുമ്പോൾ തൻ്റെ മാതാവിനെയും ഭാര്യയെയും കുഞ്ഞിനെയും ഓർത്ത് ആവലാതിപ്പെടുന്ന നന്മയുള്ള മനുഷ്യനും ഗൃഹസ്ഥനുമാകുന്നു ഹംസം. ജീവനു പകരം സ്വർണ തൂവലുകൾ സമ്മാനിക്കാമെന്ന് പറയുന്നിടത്ത് ഹംസത്തിൻ്റെ നന്മകളാണ് വെളിപ്പെടുന്നത്. ആപത്തിൽ പെടുമ്പോൾ അനാഥമാക്കപ്പെട്ട കുടുംബത്തെ പറ്റിയുള്ള ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെടാതെ
ഹംസം കാണിക്കുന്നത് അവനെ ഒരു സാധാരണ പക്ഷിയല്ല, മറിച്ച് മാനുഷിക മൂല്യങ്ങൾ നിറഞ്ഞ ഒരു മനുഷ്യൻ, മകൻ, ഭർത്താവ്, പിതാവ് എന്ന നിലയിൽ ഉയർത്തപ്പെടുന്നു. ഹംസം വെറും ഒരു പക്ഷിയല്ല, മറിച്ച് മനുഷ്യനെ പോലെ ചിന്തിക്കുകയും അനുഭവങ്ങൾ കടന്നു പോകുകയും ചെയ്യുന്ന ഒരു ജീവിയാണ്. അവന്റെ ദുഃഖം, ആശങ്ക, സ്നേഹം, ഉത്തരവാദിത്വം എന്നിവയിലൂടെ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹവും വ്യക്തമായി പ്രതിഫലിക്കുന്നു. ഒടുവിൽ ഹംസം എന്ന പ്രതീകത്തിലൂടെ ഉണ്ണായി വാര്യർ ഭാഷയെയും ജാതിയെയും അതിജീവിക്കുന്ന ഒരുപാട് വലിയ മാനവികതാ മൂല്യങ്ങൾ നിറഞ്ഞ സന്ദേശമാണ് നൽകുന്നത്. സ്നേഹവും സഹാനുഭൂതിയും മാനുഷിക മൂല്യങ്ങളുമാണ് എല്ലായ്പ്പോഴും വിജയം കൈവരിക്കാൻ നമ്മെ നയിക്കേണ്ടതെന്ന് ഈ കഥാപാത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു.